നോക്കടാ ആരാ വന്നേന്ന്. അബി, നിന്നെ എന്നെയൊക്കെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രണ്ടെണ്ണത്തിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. എന്താടാ, ഇവരിവിടെ വന്നതിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇത് മുത്തശ്ശന്റെ വീടാണ്. എന്റെ എതിർപ്പിന് പ്രസക്തിയില്ലല്ലോ. എടാ നീയും കൂടെ പറയടാ മോളോട് ഇറങ്ങിപ്പോകാൻ. അങ്ങനെ അവൻ പറഞ്ഞ അവനവന്റെ ഭാര്യയും കുഞ്ഞുമായി ഈ വീട് വിട്ട് പോയിന്റ് വരും. കള്ളക്കഥകൾ മെനഞ്ഞൊരുത്തിക്കും അവളുടെ മോൾക്കും നിങ്ങൾ കൊടുക്കുന്ന സ്ഥാനം പോലും ഞങ്ങൾക്ക് ഇവിടെ ഇല്ലല്ലേ? ഒരിക്കലുമില്ല. നവ്യക്കും കുഞ്ഞിനും ഈ വീട്ടിൽ കഴിയാൻ എല്ലാ അർഹതയുണ്ട്. നിങ്ങളോട് ആരും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറയില്ല. പക്ഷേ ഇവൻ ഈ വീടിന്റെ രീതികൾക്കനുസരിച്ചല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് ഇവന് വേണമെങ്കിൽ പുറത്തു പോവാം. അനഘയുടെ വരവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിന്റെ മോന്റെ പിന്നാലെ നിനക്കും പോവാൻ ചെലച്ചേ. അതെ, മുത്തശ്ശനും മറ്റു ചിലർക്കും ഇഷ്ടമല്ലാത്ത എല്ലാവരും ഈ വീട് വിട്ടു പോണം. അതിനു വേണ്ടിട്ടാണ് ഇവളെയും മോളെയും ആദർശനും നയനയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് നിന്റെ ബുദ്ധിയാണോടി? എന്റെ മാത്രമല്ല, ഞാനും ആദർശേനും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം കുറച്ചു ദിവസം അനഘയും ചന്തുമോളി ഇവിടെ നിൽക്കണോന്ന്. അത് കേട്ടപ്പോഴേ നീങ്ങ് പോന്നു അല്ലേ? നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങള്. അനന്തപുരി തറവാട്ടിൽ കയറി പറ്റണമെന്നായിരുന്നില്ലേ നിന്റെ ആഗ്രഹം? അതിനു വേണ്ടിട്ടാണല്ലോ ആദർശേട്ടനെ വലയിലാക്കിയത്. എന്നിട്ട് കഥകൾ മാറ്റാൻ നിന്നോട് പറഞ്ഞതാരാ? ഇയാള് തന്നെ ആയിരിക്കും. യഥാർത്ഥ കഥകൾ എന്താന്ന് ചേച്ചിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും അനഘ തന്നെ. ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ. കുറച്ചുകൂടി കഴിയുമ്പോൾ അനഘയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്ന ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ മാത്രമല്ല, കോടതിയിലും ചിലപ്പോ അനഘ സത്യങ്ങൾ പറഞ്ഞെന്ന് വരും. എന്ത് സത്യങ്ങള്? ഇവിടെ ഇവള് പല കഥകളും ഉണ്ടാക്കി പറയുമായിരിക്കും. പക്ഷേ കോടതിയിൽ പറഞ്ഞാൽ എന്റെ അബിക്ക് ഒന്നും സംഭവിക്കില്ല. അവിടെ യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടുള്ളൂ. നമുക്ക് നോക്കാം യഥാർത്ഥ പ്രതി ആരാണെന്ന്. മോളെ, അനഘയും ചന്തുമോളെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. നിലവാരമില്ലാത്ത സംസാരങ്ങൾ അവർ കേട്ടിരിക്കണ്ട. വാ മോളെ. വാ. പതുക്കെ. എന്താ ഇനി നിന്റെ തീരുമാനം? ഇവിടെ നിൽക്കണോ വേണ്ടയോ?